സൂര്യചന്ദ്രന്മാരുടെ താളങ്ങളെ കണക്കുകൂട്ടി കൃഷി ചെയ്യുന്ന രീതി നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഭാരതത്തിലും പ്രയോഗത്തിലുണ്ടായിരുന്നു. അനന്തവിസ്തൃതമായ വിഹായസിലെ എണ്ണമറ്റ ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും അടിസ്ഥാനമാക്കി അവ ജീവിജന്തുക്കളിൽ സ്വാധീനിക്കുന്ന അമാനുഷിക ശക്തികളെക്കുറിച്ച് നമ്മുടെ ഋഷിശ്രേഷ്ഠന്മാർക്ക് അങ്ങേയറ്റം അറിവുണ്ടായിരുന്നു. ജീവജാലങ്ങളിൽ ഈ അതീവ സൂക്ഷ്മമായ സ്വാധീനം സദാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിനാൽ അവയെ അവഗണിക്കുക എന്നത് ദൂഷ്യഫലമാവും വരുത്തുക. ചന്ദ്രന്റെ ആകർഷണ ശക്തിയിൽ കടലിലെ വെള്ളം മേൽപോട്ടുയരുകയും തിരിച്ചിറങ്ങുകയും ചെയ്യുന്ന വേലിയേറ്റം, വേലിയിറക്കം എന്ന പ്രതിഭാസങ്ങൾ തന്നെ ഉദാഹരണമാക്കാവുന്നതാണ്. വേലിയേറ്റ സമയത്ത് ശരീരത്തിലുണ്ടാവുന്ന മുറിവിൽ നിന്ന് അമിത രക്തസ്രാവം ഉണ്ടാവുന്നത് സാധാരണമാണല്ലോ. അങ്ങനെ വരുമ്പോൾ ചന്ദ്രന്റെയും ഗ്രഹങ്ങളുടെയും അദൃശ്യമായ കാന്തശക്തി ഭൂമിയിലെ ഓരോ പുൽക്കൊടിയിലും അനുഭവപ്പെടുന്നുണ്ട് എന്നു തന്നെ വേണം അനുമാനിക്കുവാൻ. ബയോഡൈനാമിക്കിൽ 12 പ്രധാന നക്ഷത്രക്കൂട്ടങ്ങളുടെ ചലനമാണ് ഗണിക്കുന്നതെങ്കിൽ ഭാരതീയ പഞ്ചാംഗങ്ങൾ കുറച്ചുകൂടി സങ്കീർണമാണ്. ഓരോ രാശികളിലുമായി നിൽക്കുന്ന 27 നക്ഷത്രങ്ങളുടെ സ്ഥാനവ്യത്യാസവും പഞ്ചാംഗം കൃത്യമായി ഗണിക്കുന്നു. അശ്വതി മുതൽ രേവതി വരെയുള്ള ഈ നക്ഷത്രങ്ങളിൽ ഓരോന്നിലൂടെയുമുള്ള ഭൂമിയുടെ സഞ്ചാര കാലഘട്ടമാണ് ഞാറ്റുവേല എന്നറിയപ്പെടുന്നത്. ആർഷഭാരത കാർഷിക സംസ്കാരത്തിൽ ഞാറ്റുവേലയുടെ സ്ഥാനം വളരെ വലുതാണ്. വാര, താര, തിഥി, കരണ യോഗങ്ങളാണ് നമ്മുടെ പഞ്ചാംഗത്തിന്റെ അടിത്തറ. ഇതിൽ താര എന്നത് നക്ഷത്രങ്ങളെ സൂചിപ്പിക്കുന്നു. ദക്ഷ പ്രജാപതിയുടെ പുത്രിമാരായ 27 കന്യകമാരെ ചന്ദ്രന് വിവാഹം കഴിച്ചു കൊടുത്തുവെന്നും അവരാണ് നക്ഷത്രങ്ങളായി രൂപാന്തരപ്പെട്ടതെന്നും പുരാണങ്ങൾ കഥ പറയുന്നു. ഈ നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും സൂര്യചന്ദ്രന്മാരുടെയും വിഷുസ്ഥാനത്ത് നിന്നുള്ള ദൂരം കണക്കാക്കി യോഗവും കരണവും നിശ്ചയിക്കുന്നു. ഇത്തരം വിവരണാതീതമായ പ്രപഞ്ചശക്തികളെ കർക്കശത്തോടെ കണക്കാക്കി കൃഷി സമയങ്ങൾ കണ്ടെത്തിയ ഭാരതീയ രീതി പരക്കെ അംഗീകരിക്കപ്പെട്ടതാണ്. പഞ്ചാംഗത്തിലെയും ബയോഡൈനാമിക് കലണ്ടറിലെയും നല്ല വശങ്ങൾ ചേർത്തിണക്കിയാണ് തമ്പി തോമസ് കാലനിർണയം നടത്തുന്നത്. സ്വന്തമായ ഒരു കലണ്ടർ തന്നെ ഇദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്നു. ഓരോ മാസത്തെയും അനുകൂല പ്രതികൂല ദിവസങ്ങൾ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ കണക്കാക്കിയാണ് അദ്ദേഹം കൃഷി ഇറക്കുന്നത്. അത് ഫലം ചെയ്യുന്നുവെന്ന് പാടത്ത് കണ്ടറിയാൻ നമുക്ക്. ബയോഡൈനാമിക് രീതി തുടങ്ങിയതോടെ വളങ്ങളുടെയും ചെലവ് കുറയ്ക്കുവാനായി. നല്ല രീതിയിൽ ഇടിവെട്ടുന്ന ഭൂമിയിൽ നൈട്രജൻ ധാരാളമുണ്ടാവുമെന്ന് ഇദ്ദേഹം പറയുന്നു. ചിലവ് വളരെ കുറഞ്ഞു. ചിലർ 2 ടൺ കണക്കിന് സാധനങ്ങൾ വാങ്ങിച്ചിരുന്ന സ്ഥലത്ത് ഇപ്പോൾ കുറച്ച് കുമ്മായം വാങ്ങിക്കും, കുറച്ച് കരിങ്കൽപ്പൊടി വാങ്ങിക്കും, ഇത്രയും സാധനങ്ങളെ വാങ്ങിക്കുന്നുള്ളൂ. ചാണകത്തിൻ്റെ അളവ് തന്നെ വളരെ കുറച്ച് ഞാൻ ഇപ്പോൾ ഉള്ളൂ. അത് എല്ലാം കമ്പോസ്റ്റിൽ കൂടെ മാത്രമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ജൈവ കൃഷിയിൽ ഇത്തരം സാങ്കേതിക വിദ്യകളെ കൂട്ടിച്ചേർത്തുള്ള തമ്പി തോമസിന്റെ വിജയം ശ്രദ്ധിക്കപ്പെടേണ്ടത് തന്നെയാണ്. തന്റെ എല്ലാ ഐശ്വര്യത്തിനും കാരണഭൂതയായ അമൃതവർഷിയായ ഈ മണ്ണിൽ ഹൃദയമർപ്പിക്കുകയാണ് ഇദ്ദേഹം. ഓരോ തളിരിനും പൂവിനുമൊപ്പം ഇലയനക്കങ്ങളുടെ താളവും പേറി സഹധർമ്മിണി ബിനുവും എപ്പോഴും ഇദ്ദേഹത്തിനൊപ്പമുണ്ട്. വിജയങ്ങളുടെ ഓരോ ചവിട്ടുപടിയും താങ്ങുന്നതിന് ഈ ശക്തികളാണ് തമ്പി തോമസിന് ധൈര്യം പകരുന്നത്. മക്കൾ പ്രൊഫഷണൽ ലൈഫിലാണ്. മരുമകൻ ആനന്ദും സൂസനും അമേരിക്കയിലാണ്. രണ്ടാമത്തെ മകൾ മറിയം കല്യാണം കഴിച്ചിട്ടില്ല, ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. ഏതായാലും ഒരു കാര്യം ശരിയാണ്, എൻ്റെ മക്കളെ നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കാനും നല്ല രീതിയിലാക്കാനും ഈ ഫാമാണ് അവർക്ക് സപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. അല്ലാതെ വേറെ മറ്റാദായങ്ങളല്ല. മെയിനായിട്ട് ഈ ഫാമിൽ നിന്നുള്ള സപ്പോർട്ടിലാണ് അവർ വളർന്നിരിക്കുന്നത്. ലോക പരിസ്ഥിതി ദിനത്തിൽ തന്നെ തമ്പി തോമസ് എന്ന പ്രകൃതി സ്നേഹിയെ കണ്ടെത്താനായത് ആകസ്മികമായിരുന്നു. പച്ച നിറമാർന്ന പാടങ്ങളെ താണ്ടിയാണ് ഹരിതഭാരതത്തിന്റെ മടക്കയാത്ര. നമുക്ക് ചുറ്റുമുള്ള ഈ പച്ചപ്പുകൾ ഇങ്ങനെയൊക്കെ നിലനിർത്തുന്നതിൽ തമ്പി തോമസിനെ പോലുള്ള കർഷക ശ്രേഷ്ഠരുടെ പങ്ക് വളരെ വലുതാണ്. പ്രകൃതിയുടെ പവിത്രതയ്ക്ക് ജീവിതം കൊണ്ട് താങ്ങാവുന്ന ഇവരോട് നമുക്ക് നന്ദി പറയാം.